ഹലോ, ഹായ്. ആക്ച്വലി എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിരിക്കണം എന്ന് ഞാൻ പറയൂല. നിങ്ങൾ ചിരിച്ചില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. എന്തൊരു അഹങ്കാരമാണത്. അതല്ല, എല്ലാവരും ചിരിക്കുന്നത് കാണാൻ പറ്റൂല, പക്ഷെ കൈ അടിക്കണം, അത് കാണാം. എനിക്കല്ല, നമ്മുടെ സ്പോൺസേഴ്സ് ഇവിടെ ഉണ്ട്, അവർക്ക് കാണാം. ഞാൻ ആക്ച്വലി സ്റ്റാൻഡപ്പ് കോമഡി സൈഡായിട്ടാണ് ചെയ്യുന്നത്. വേറൊന്നും ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യുന്നത്. ആക്ച്വലി എൻ്റെ താല്പര്യം പാട്ടിലാണ്. ഞാൻ പാട്ടിലാണ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പാട്ട്, സംഗീതം എന്ത് മനസ്സിലാവാത്ത പോലെ. അല്ല, പിന്നെ ഞാൻ സംഗീതത്തിന് ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളാണ് ആക്ച്വലി, അതുകൊണ്ടാണ് ഞാൻ പാടാത്തത്. അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പണ്ട് കൊച്ചിലെ പാട്ട് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ കുറച്ചു കാലം പാട്ട് പഠിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിലെ പേരൻസ് അങ്ങനെയാണല്ലോ. കാരണം ചെറിയ എന്തെങ്കിലും കഴിവുണ്ടെന്ന് കണ്ടാൽ മതി, ഇത് വലുതാക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ കൊച്ചിലേക്ക് മറ്റേ ചെയ്യ ഫോൺ പോലായിരുന്നു, മറ്റേ കീ ഞെക്കുമ്പോൾ പാട്ട് പാടുന്നത്. അതായത് വീട്ടിൽ ഒരു 3 പേര് വന്നു കഴിഞ്ഞാൽ ഉടനെ അമ്മ ഫോൺ എടുക്കുന്നതിൽ എന്നെ എടുക്കും, എന്നിട്ട് എൻ്റെ ഒന്നാമത്തെ ബട്ടൺ അമർത്തും. അപ്പം ഞാൻ ചെയ്യ പോലെ പാട്ട് പാടും. ഇത് കുറച്ച് ആയപ്പോഴത്തേക്കും ഇവർക്ക് കോൺഫിഡൻസ് ആയി, എനിക്കായിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവരെന്നെ സ്റ്റേജിൽ കയറ്റാൻ തുടങ്ങി, അവിടെയുള്ള ചെറിയ സ്റ്റേജിലും സ്കൂളിലെ സ്റ്റേജിലും അതിലുമൊക്കെ. അപ്പം ഞാൻ ചെയ്യ ഫോണിൽ നിന്ന് എനിക്ക് ട്രാൻസ്ഫർമേഷൻ വന്നു. ഞാൻ മറ്റേ ചെണ്ട കൊട്ടുന്ന കുരങ്ങായി കീ കൊടുക്കുമ്പോൾ. കാരണം പാട്ടും പാടും മുട്ടുപിടിക്കും. ഇല്ല, ശരിക്കും എനിക്കൊന്ന് എന്നെ പാട്ട് പഠിപ്പിക്കാൻ ആൾക്കാരൊന്ന് വീട്ടുകാർ വിട്ടത് അവരുടെ ഇതുകൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കും എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പാട്ട് പാടാൻ അറിയാമെന്ന്. പക്ഷെ അറിഞ്ഞുകൂടാ. എൻ്റെ അച്ഛൻ പറയുന്ന, അച്ഛൻ പാട്ട് പാടുമ്പോൾ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അത് വേണുഗോപാലിൻ്റെ സൗണ്ട് പോലിരിക്കും എന്ന്. പക്ഷെ കേട്ട് കഴിഞ്ഞാൽ എവിടെയോ തട്ടി വീണ ഗോപാലിൻ്റെ സൗണ്ട് പോലിരിക്കും. പക്ഷെ അമ്മയുടെ സൗണ്ട് ആക്ച്വലി സുജാതയുടെ സൗണ്ടിന് സിമിലറാണ്. പാട്ടുകാർ സുജാതയുടെ അല്ല, സുജാത മിക്സിയുടെ. ഇത് രണ്ടുകൂടെ മിക്സായ സൗണ്ടാണ് എൻ്റെ. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, പറയേണ്ട ആവശ്യമില്ല. എന്നെയാണ് ഇവർ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടത്. പക്ഷെ ആക്ച്വലി ഞാൻ പാട്ടിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം പാട്ട് ഇഷ്ടമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്, എനിക്ക് ആകെപ്പാടെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഉള്ളത് സ്പോട്ടിഫൈയും ബബിളും ആണ്. അത് അല്ല, ആക്ച്വലി സ്പോട്ടിഫൈയിലാണ് ആകെപ്പാടെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഉള്ളത്. കാരണം അത്രത്തോളം ഞാൻ പാട്ടിനെ സ്നേഹിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് സ്പോട്ടിഫൈ പ്രീമിയം എടുത്തതെന്നുള്ളത്. കാരണം അത്രയ്ക്ക് ആഡാണ്. കാരണം ഇപ്പം നമ്മൾ പാട്ടിനകത്ത് ആഡ് കേൾക്കുമ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാട്ട് പോലെ ഈ സാധനം നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അറിയാതെ. എനിക്കറിയത്തില്ല ഞാൻ എന്തിനാണത് പഠിച്ചതെന്ന് വെച്ചാൽ, എനിക്കറിയാം ഗ്രേറ്റ് വാൾ ഈസ് നോട്ട് വിസിബിൾ ഫ്രം ചൈന, ടൊമാറ്റോ വെജിറ്റബിൾ നെയ്യ് ഫ്രൂട്ട്. ഇത് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് ഇതുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇതെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പരസ്യം മാറി. എന്നിട്ട് ഇവർ പറയും, ഉത്തരാഖണ്ഡിലുള്ള മീര ഐഫോൺ എടുത്തു, നിങ്ങൾ ഐഫോണിലോട്ട് മാറൂ. ഓക്കെ, ഗുജറാത്തിലുള്ള റാഫി അവൻ്റെ അച്ഛൻ്റെ കിഡ്നി വെച്ചിട്ട് ഐഫോണിലോട്ട് മാറി, നിങ്ങൾ മാറും. ഞാൻ അവസാനം ഓർത്ത് ഇവർ പറഞ്ഞല്ലേ, ഞാൻ മാറി ലാസ്റ്റ്. കാരണം ഞാൻ സ്പോട്ടിഫൈയിൽ നിന്ന് മാറി. ഞാൻ എന്നിട്ട് റെസോ എന്ന് പറഞ്ഞ് വേറൊരു ആപ്പ് എടുത്തു, വേറെ പാട്ട് കേൾക്കുന്നു. ഇവന്മാരെന്ത് മണ്ടന്മാരാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഇതിനകത്ത് 5 സെക്കൻഡിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ ഈ റെസോ എടുത്ത് അന്ന് തൊട്ട് ഇതിനകത്തൊരു ജാഫർ വരും. പുള്ളി മലപ്പുറത്താണ്, പുള്ളിക്ക് ടിമ്പർ ബിസിനസ്സാണ്. അപ്പോഴത്തേക്ക് 5 സെക്കൻഡ് ആവും, ഞാൻ ഇത് സ്കിപ്പ് ചെയ്യും. ജാഫർ എന്തിനാണ് ഇത് പറയുന്നതെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. ഇത് പ്രശ്നമായി തുടങ്ങി എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് ദൂരമൊക്കെ പോകുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടുകാരെ കുറിച്ചും എൻ്റെ അച്ഛനെ അമ്മയെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജാഫറിനെ കുറിച്ച് ചിന്തിക്കും. ജാഫർ ഇനി മലപ്പുറംകാരൻ തന്നെ ആയിരിക്കുമോ? ടിമ്പർ ബിസിനസ് ചെയ്യാൻ മലപ്പുറത്ത് വന്നതാണോ? പുള്ളിയുടെ ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ടോ? പുള്ളി ഇപ്പം എന്തായിരിക്കും? എനിക്ക് ഭയങ്കര ആകുലത, ആങ്സൈറ്റി. അപ്പം ഞാൻ എന്നെക്കാൾ കൂടുതൽ വല്ലവരെയും കുറിച്ച് ടെൻഷൻ ആവുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് റിസ്ക് ആണ്. അങ്ങനെ ഞാൻ തിരിച്ച് സ്പോട്ടിഫൈ പോയി. സ്പോട്ടിഫൈയിൽ അപ്പോഴും ഐഫോണിൻ്റെ ആഡ് തന്നെ. അപ്പോഴും എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അപ്പോഴും ചിന്തിക്കുന്നത്, മലപ്പുറത്താരെങ്കിലും ഐഫോൺ എടുത്തോ, അത് ജാഫർ ആയിരിക്കും അവിടെ. ജാഫർ രക്ഷപ്പെട്ടോ നമുക്ക് അറിയണമല്ലോ. എനിക്ക് വീണ്ടും ഞാൻ ആയിരിക്കും എൻ്റെ ലൈഫിൽ ഇങ്ങനെ പാട്ടുമായിട്ടാണ് എല്ലാം ബന്ധപ്പെട്ട് വരുന്നത്. അതായത് ഇപ്പോൾ പാട്ടിൽ ജോബ് കുര്യൻ ഉണ്ട്, അറിയാലോ, ജോബ് കുര്യൻ. അതുപോലെയാണ് എൻ്റെ റൂംമേറ്റിൻ്റെ പേരും കുര്യൻ എന്നാണ്. കുര്യൻ്റെ പരിപാടി വെച്ച് നോക്കിയാൽ കുര്യൻ ജോബ് കുര്യനായിട്ട് സിമിലറാണ്. എന്നാൽ ജോബ് ലെസ് കുര്യനാണ്, ജോലിക്ക് പോവില്ല. കുര്യൻ പാട്ട് പാടുമെന്ന് എനിക്കറിയത്തില്ല. കാരണം കുര്യൻ ഇങ്ങനെ പാടിയിട്ട് നല്ലതായ
ആരെങ്കിലും വല്ല സിനിമയിലോ വല്ല പാട്ട് പാടാൻ വിളിച്ചാൽ അതൊരു ജോലിയാവില്ലോ എന്ന് ഓർത്തിട്ട് കുര്യൻ പോവില്ല. കുര്യൻ അങ്ങനത്തെ ഒരാളാണ്. പക്ഷേ ഒരു കുര്യൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ കുര്യൻ കുറേ കൂടെ സ്കിൽഡാണ്. അതായത് ഇപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കും, എൻ്റെ അച്ഛൻ്റെ പേര് സാംസങ് എന്നായിരുന്നെങ്കിൽ ഇവന് നമ്മൾ S23 എന്ന് പേരിട്ടേനെ. കാരണം അത്രയ്ക്ക് സൂമിങ് ആണ് പെൺപിള്ളേരെ കാണുമ്പോൾ. ഇവൻ ഭയങ്കര ഡേറ്റിംഗ് പരിപാടിയിലൊക്കെ ഇവൻ ഭയങ്കര പ്രൊഫഷണലാണ്. ഇവൻ ഡേറ്റിനെ മീറ്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാൻ മടിയാണ്ട് എന്നെയും കൂടെ കൊണ്ടാണ് പോണേ. അപ്പം ഞാൻ ഓർക്കും മിക്കവാറും അവരും ഒറ്റയ്ക്ക് പോകാൻ മടിയാണ്ട് വേറെ ആരെങ്കിലും കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവരെ മീറ്റ് ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പോകുന്നത്. ആക്ച്വലി എൻ്റെ ബമ്പിൾ എന്ന് പറയുന്നത് കുര്യനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ റൈറ്റ് സ്വൈപ്പ് ചെയ്യും. ആക്ച്വലി നമ്മൾ ഒരുമിച്ച് ഇതുപോലെ പലരെ മീറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം നമ്മൾ ലാസ്റ്റ് ഇതുപോലെ ഒരു കുര്യൻ്റെ ഡേറ്റിനെ മീറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഇതുപോലെ പതിവ് പോലെ തന്നെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ യൂഷ്വലി നമ്മൾ ഫ്രണ്ടിനാണല്ലോ നോക്കി ഇവൻ ഇവർ സംസാരിക്കുന്നുണ്ട്. പോയപ്പോൾ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് ആളെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഫ്രണ്ടിനാണല്ലോ നോക്കിയേക്കുന്നത്. ഞാൻ പറഞ്ഞു ഫ്രണ്ട് അത്ര പോരാന്ന്. പുള്ളി പറഞ്ഞു ശരിയാണ്, ബാക്കും അത്ര പോരാ. കുര്യൻ ഇങ്ങനത്തെ കുറച്ച് നോട്ടിയാണെങ്കിലും പക്ഷേ കുര്യൻ ഭയങ്കര സെൻസിബിൾ മനുഷ്യനാണ്. ഇപ്പം എനിക്ക് കണ്ടന്റിന് ഐഡിയ ഒക്കെ തരുന്ന കുര്യനാണ്. നമ്മളൊരു ദിവസം ചായക്കടയിൽ ചായ കുടിച്ചു വന്നപ്പോഴാണ് കുര്യൻ എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായ ഒരു സാധനം പറഞ്ഞു തന്നെ. അതായത് ചുറ്റുമുള്ളതിലെല്ലാം കണ്ടന്റ് ഉണ്ട്, നമ്മളത് കണ്ടെത്തുന്നതിലാണ് നമ്മുടെ ബ്രില്യൻസ് എന്നുള്ളത്. ഞാൻ ആ ചായക്കട ചുറ്റും നോക്കിയപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സിഗരറ്റിൻ്റെ കുറ്റിയായിരുന്നു. ഞാൻ അതിൽ നിന്നൊരു കുറ്റി എടുത്തിട്ട് കുറ്റിയിട്ടിട്ട് ലോക്ക് ചെയ്ത് സിഗരറ്റ് കണ്ടന്റ് ആക്കിയേക്കാം. ആക്ച്വലി നമ്മളെന്തെങ്കിലും ഒരു കണ്ടന്റ് കാര്യം പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ചരിത്രം സാധനം പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ സിഗരറ്റ് വലിച്ചിട്ട് അതിൻ്റെ ചരിത്രം പറഞ്ഞു തരാനും മാത്രം കാലം സിഗരറ്റ് വലിക്കുന്നവരാരും ജീവിച്ചിരിപ്പില്ലെന്നുണ്ടായിരിക്കും അത്ര ചരിത്ര പ്രസക്തി ഇല്ലെന്ന് എനിക്ക് പിന്നെ തോന്നി. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സാധനം ആദ്യം കണ്ടുപിടിച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം ഇത് കണ്ടുപിടിച്ച ആൾ പുള്ളിയുടെ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞ് നമ്മളൊരു സാധനം ഇതുപോലെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവർ ഇത് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഈ സാധനം കാണണമല്ലോ. അങ്ങനെ കത്തിക്കാൻ നേരം ഇതിൻ്റെ പേരെന്താണ് കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ ഈ കണ്ടുപിടിച്ചവൻ പറഞ്ഞത് സിഗരറ്റ് എന്ന് പറഞ്ഞത് മറ്റേ പുള്ളിക്കാരൻ കേട്ടേക്കുന്ന സീക്രട്ട് എന്നായിരിക്കണം. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് കുറച്ചപ്പുറത്തോട്ട് മാറി നിൽക്കാം. അതുകൊണ്ടാണ് കാലാകാലങ്ങളായിട്ട് ആൾക്കാർ സിഗരറ്റ് വലിക്കാൻ പോകുമ്പോൾ നമുക്ക് കുറച്ചപ്പുറത്തോട്ട് മാറി നിൽക്കാം എന്ന് പറഞ്ഞിട്ട് വലിക്കുന്നത്. മറ്റേ കൂടെയുള്ള പുള്ളി വല്ല മുട്ട പപ്സും കഴിച്ചുകൊണ്ടാണോ ഓരോ പോയ്ക്കും പഫ്സ് എന്ന് പറയുന്നത്? എന്തൊരു സാധനം ഉണ്ടായിരുന്നു, അല്ല ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതിൻ്റെ സ്റ്റാൻഡേർഡ് ഓർത്തപ്പോൾ ഞാൻ ഓർത്തു അതിങ്ങനെ ചുമ്മാ പോയി പറഞ്ഞത് കളയേണ്ട സാധനമല്ല, എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്യാം പ്രസിദ്ധീകരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് വെച്ചേക്കുവാണ്. എനിക്ക് പക്ഷേ സിഗരറ്റിൻ്റെ ഇത് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ചെറുതിൽ രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കാതെ ഞാൻ ചായയും ബിസ്ക്കറ്റും കൂടെ ഒരുമിച്ച് കഴിക്കുമായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന അമ്മാവനുണ്ട്. അമ്മ എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് സിഗരറ്റും ചായയും കൂടെ ഒരുമിച്ചെടുക്കും. ഞാൻ അന്ന് പുള്ളിയുടെ അടുക്ക പോയി ഇരിക്കും, എന്നിട്ട് കിട്ടുന്ന സാധനമൊക്കെ എടുക്കും, സമാധാനമായിട്ട് പോവും. ഞാൻ ഇതിൽ ചില്ല് ചെയ്യുമായിരുന്നു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പ്രശ്നമായത്. അത് എനിക്കിത് ശീലമായി വലിക്കുന്നത്. എനിക്ക് തോന്നും, ഇടയ്ക്കിടയ്ക്ക് തോന്നും അമ്മാവിന് വലിക്കാൻ തോന്നിയിരുന്നെങ്കിൽ. കാരണം ഫാസ്റ്റ് സ്മോക്കിംഗ് ആണ്. അതിപ്പോൾ രാവിലെയൊക്കെ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് അമ്മാവിൻ്റെ അടുക്ക പോയി ഇരിക്കാമെങ്കിൽ ഫാസ്റ്റ് സ്മോക്കിംഗ് അടിച്ച ബാത്റൂമിലൊക്കെ സുഖമായിട്ട് പോവാം. പിന്നെ ബാത്റൂമിലേക്കും എനിക്ക് തോന്നും ഇവിടെ അമ്മാവും കൂടെ ഉണ്ടായിരുന്നു എന്തൊരു സുഖമായിരുന്നു.